എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുക്കാനുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടിയിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളിതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കയ്യിൽ എടുക്കുന്ന നേരത്തെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല അതങ്ങ് പൊടിഞ്ഞു പോവാതിരിക്കാനും ഈ ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇതുപോലത്തെ പ്ലാസ്റ്റിക് പീസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാണ്ട് ഈ ഒരു പീസ് കവർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കാം. തടവി കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മളെ കയ്യിലും തടവി കൊടുക്കണം. കാരണം ചിക്കൻ അത് ഉരുട്ടിയെടുക്കുന്ന നേരത്തെ നമ്മളെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിൽ നിന്നും കുറച്ച് ചിക്കൻ എടുത്തിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് ദാണ്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണം. ആ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വലുതാക്കുകയും വേണ്ട, ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കവറിൻ്റെ മുകളിലേക്ക് നമുക്കിതങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു കവറും കൂടിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ആ കവറിൻ്റെ മുകളിലും 2 ഭാഗത്തും സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കണം. കാരണം ഇതൊന്ന് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ചിക്കനിലേക്ക് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കത്തുള്ളൂ. ഈ കവർ വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഷേപ്പിന് കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് ദാണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ കവർ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിന് കിട്ടും. അപ്പോൾ നിങ്ങളത് മറക്കാതെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കിയിരിക്കുന്നതും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ദാണ്ട് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് ഫ്രീസറിൽ 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ദാണ്ട് ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തീരെ ലോയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ചട്ടി ഒന്ന് ചൂടായാൽ മാത്രം മതി. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു പരുവമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. തീ കൂട്ടി കൊടുത്താൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് റെഡിയായി കിട്ടട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഒരു ബണ്ണെടുക്കാം. ഞാനിവിടെ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്.
അത് ജസ്റ്റ് ഇതാണ്ട് ഒരു കത്തി വെച്ചിട്ട് നടുകെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മയോനൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പാക്കറ്റ് മയോനൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന അത് ചേർത്ത് കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലതായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചീസ് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തക്കാളിയോ സവാളയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ താണ്ടെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബർഗറിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇനി അത് ഒരു ഭാഗം ഒന്ന് കളറായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിത് കരിഞ്ഞു പോകാതെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് തീ ഇട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകത്തേ ഉള്ളൂ, ഉൾഭാഗമൊന്നും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതാണ്ട് ഈ പീസ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്ക് ആ ബന്നിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ വേറൊരു പാനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതല്ല അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇങ്ങനെ ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ്ട് ഇതിവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബർഗർ ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.